അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ മുംതഹന ചോദ്യോത്തരങ്ങൾ 10-ാം ഭാഗം, ആയത്ത് നമ്പർ 7, 8. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. عسى الله أن يجعل بينكم وبين الذين عاديتم منهم مودة والله قدير والله غفور رحيم. لا ينهاكم الله عن الذين لم يقاتلوكم في الدين ولم يخرجوكم من دياركم أن تبروهم وتقسطوا إليهم إن الله يحب المقسطين. നമുക്ക് ഇന്നത്തെ ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, വല്ലാഹു ഖദീർ എന്ന ഭാഗത്തിൻ്റെ അർത്ഥം എന്ത്? വല്ലാഹു ഖദീർ. ഓപ്ഷൻ എ, അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. ഓപ്ഷൻ ബി, അള്ളാഹു സർവശക്തനാണ്. ഓപ്ഷൻ സി, അള്ളാഹു പൊറുക്കുന്നവനാണ്. ഓപ്ഷൻ ഡി, അള്ളാഹു ശിക്ഷിക്കുന്നവനാണ്. വല്ലാഹു ഖദീർ എന്നതിൻ്റെ അർത്ഥം. ശരി ഉത്തരം നോക്കാം. ഓപ്ഷൻ ബി, അള്ളാഹു സർവശക്തനാണ് എന്നുള്ളതാണ്. വല്ലാഹു ഖദീർ എന്ന് പറഞ്ഞാൽ അള്ളാഹു സർവശക്തനാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഈ സൂക്തത്തിലെ മവദ്ദത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻ എ, ശത്രുത. ഓപ്ഷൻ ബി, സ്നേഹം അല്ലെങ്കിൽ സൗഹൃദം. ഓപ്ഷൻ സി, യുദ്ധം. ഓപ്ഷൻ ഡി, കച്ചവടം. മവദ്ദത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം. ശരി ഉത്തരം ആലോചിച്ച് നോക്കൂ. ശരി ഉത്തരം ഏതാണെന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി, സ്നേഹം അല്ലെങ്കിൽ സൗഹൃദം എന്നുള്ളതാണ് മവദ്ദത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം. അടുത്ത ചോദ്യം, ഈ സൂക്തത്തിൻ്റെ അവസാനം അള്ളാഹുവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ? ഓപ്ഷൻ എ, അസീസ് ഹക്കീം. ഓപ്ഷൻ ബി, ഗഫൂർ റഹീം. ഓപ്ഷൻ സി, റഹ്മാൻ റഹീം. ഓപ്ഷൻ ഡി, ഖാലിഖ് ബാരി. ഈ സൂക്തത്തിൻ്റെ അവസാനം അള്ളാഹുവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്, അങ്ങനെ തന്നെയാണ് ആ ആയത്ത് അവസാനിക്കുന്നത്. ശരി ഉത്തരം ഓപ്ഷൻ ബി, ഗഫൂർ റഹീം എന്നുള്ളതാണ്. വല്ലാഹു ഗഫൂറുർ റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് അവസാനിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ആരോടാണ് അള്ളാഹു സ്നേഹമുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് ഈ സൂക്തം പറയുന്നത്? ഓപ്ഷൻ എ, നിങ്ങളുടെ കുടുംബക്കാരോട്. ഓപ്ഷൻ ബി, നിങ്ങൾ ശത്രുത വെച്ച് പുലർത്തുന്നവരോട്. ഓപ്ഷൻ സി, നിങ്ങളുടെ അയൽവാസികളോട്. ഓപ്ഷൻ ഡി, കപടവിശ്വാസികളോട്. ഈ ഒരു ആയത്തിൽ, ഏഴാമത്തെ ആയത്തിൽ ആരോടാണ് അള്ളാഹു സ്നേഹമുണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത്? ശരി ഉത്തരം ഓപ്ഷൻ ബി, നിങ്ങൾ ശത്രുത വെച്ച് പുലർത്തുന്നവരോട് എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, അസല്ലാഹു അൻ യജഅല ബൈനക്കും എന്ന് തുടങ്ങുന്ന വചനത്തിൽ അസ എന്ന പദം നൽകുന്ന സൂചന എന്താണ്? അസ. ഓപ്ഷൻ എ, ഉറപ്പായ ശിക്ഷ. ഓപ്ഷൻ ബി, ഒരു ശുഭപ്രതീക്ഷ അല്ലെങ്കിൽ സാധ്യത. ഓപ്ഷൻ സി, കഴിഞ്ഞുപോയ കാര്യം. ഓപ്ഷൻ ഡി, അസാധ്യമായ കാര്യം. അസല്ലാഹു അൻ യജഅല ബൈനക്കും
എന്നതിലെ അസ എന്ന പദം നൽകുന്ന സൂചന. ശരി ഉത്തരം ഒരു ശുഭപ്രതീക്ഷ അല്ലെങ്കിൽ സാധ്യത. അത് വല്ലാത്തൊരു ശുഭപ്രതീക്ഷ, സാധ്യത. ഈ ശത്രുത മാറി, ശത്രുക്കളുടെ ശത്രുത മാറി അവിടെ സ്നേഹമുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന പ്രത്യാശയാണ് അള്ളാഹു ഇവിടെ നൽകുന്നത്. അടുത്ത ചോദ്യം, ലാ യൻഹാകുമുല്ലാഹ് എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്ത്? ലാ യൻഹാകുമുല്ലാഹ്, അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. ഓപ്ഷൻ ബി, അള്ളാഹു നിങ്ങളെ വിലക്കുന്നില്ല. ഓപ്ഷൻ, അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നു. ഓപ്ഷൻ ഡി, അള്ളാഹു നിങ്ങളെ വെറുക്കുന്നു. ലാ യൻഹാകുമുല്ലാഹ്. ശരി ഉത്തരം അള്ളാഹു നിങ്ങളെ വിലക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിൽ ലാ എന്ന വാക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇല്ല എന്നുള്ള ഉത്തരമാണ് നമ്മൾ നോക്കേണ്ടത്. ലാ, വിലക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഇതിലാകെ കാണുന്ന ഉത്തരം. ഓക്കെ, അപ്പോൾ യൻഹാക്കും നിങ്ങളെ വിലക്കുന്നു. ലാ യൻഹാക്കും നിങ്ങളെ വിലക്കുന്നില്ല. അള്ളാഹു നിങ്ങളെ വിലക്കുന്നില്ല എന്നുള്ളതാണ് ഈ പ്രയോഗത്തിൻ്റെ അർത്ഥം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഏത് വിഭാഗക്കാരോട് നന്മ ചെയ്യുന്നതിനെ കുറിച്ചാണ് ഈ സൂക്തം പറയുന്നത്? ഓപ്ഷൻ എ, മതം മാറുന്നവരോട്. ഓപ്ഷൻ ബി, വിശ്വാസത്തിൻ്റെ പേരിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്തവരോട്. ഓപ്ഷൻ സി, വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കിയവരോട്. ഓപ്ഷൻ ഡി, കപടവിശ്വാസികളോട്. അപ്പോൾ ഒരു വിഭാഗം ആൾക്കാരോട് നന്മ ചെയ്യുന്നതിനെക്കുറിച്ച് ഈ സൂക്തം പറയുന്നുണ്ട്. അപ്പോൾ അത് ആരോടാണ് എന്നുള്ളതാണ്. ശരി ഉത്തരം വിശ്വാസത്തിൻ്റെ പേരിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്തവരോട്. അവിശ്വാസികളായ സഹോദര സമുദായത്തിൽപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. നമ്മളോട് നല്ല മനസ്സ് വെച്ച് പുലർത്തുന്ന, നമ്മളോട് യുദ്ധം ചെയ്യാത്ത, നമ്മളെ വീടുകളിൽ നിന്ന് ആട്ടിയകറ്റപ്പെടാത്ത നല്ല ഒരു ജനവിഭാഗത്തോട് എന്താ ചെയ്യേണ്ടതെന്നാണ് ഈ സൂക്തം പറയുന്നത്. അവരോട് നന്മ ചെയ്യുന്നതിനെ കുറിച്ചാണ് ഈ സൂക്തം പറയുന്നത്. അതാണ് ഈ ചോദ്യം. ഏത് വിഭാഗക്കാരോടാണ് നന്മ ചെയ്യുന്നതിനെക്കുറിച്ച് ഈ സൂക്തം പറയുന്നത്? ശരി ഉത്തരം വിശ്വാസത്തിൻ്റെ പേരിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്തവരോട്. അടുത്ത ചോദ്യം, തബറൂഹും എന്ന പദത്തിൻ്റെ ഉദ്ദേശ്യം എന്ത്? തബറൂഹും. ഓപ്ഷൻ എ, അവരെ തോൽപ്പിക്കുക. ഓപ്ഷൻ ബി, അവരോട് നന്മ ചെയ്യുക. ഓപ്ഷൻ സി, അവരോട് തർക്കിക്കുക. ഓപ്ഷൻ ഡി, അവരെ അവഗണിക്കുക. തബറൂഹും എന്ന് പറഞ്ഞാൽ ശരിയുത്തരം അവരോട് നന്മ ചെയ്യുക എന്നുള്ളതാണ്. അവരോട് നന്മ ചെയ്യുക. തബറൂഹും ബിർറ് എന്ന പദത്തിൽ നിന്ന് വന്നതാണ്. തബറൂഹും അവരോട് നന്മ ചെയ്യുക. ബിർറ് എന്ന് പറഞ്ഞാൽ പുണ്യം. തുഖ്സിതു ഇലൈഹിം എന്നാൽ എന്ത്? തുഖ്സിതു ഇലൈഹിം. ഓപ്ഷൻ എ, അവരോട് നീതി കാണിക്കുക. ഓപ്ഷൻ ബി, അവരിൽ നിന്ന് നികുതി വാങ്ങുക. ഓപ്ഷൻ സി, അവർക്ക് സക്കാത്ത് നൽകുക. ഓപ്ഷൻ ഡി, അവരോട് സംസാരിക്കുക. തുഖ്സിതു ഇലൈഹിം എന്നാൽ ശരിയുത്തരം ഓപ്ഷൻ എ, അവരോട് നീതി കാണിക്കുക എന്നുള്ളതാണ്. തുഖ്സിതു ഇലൈഹിം എന്ന് പറഞ്ഞാൽ അവരോട് നീതി കാണിക്കുക. അടുത്ത ചോദ്യം, അള്ളാഹു ആരെയാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് ഈ സൂക്തം പറയുന്നു? എ, പോരാളികളെ. നീതി പാലിക്കുന്നവരെ. സി, സമ്പന്നരെ. ഡി, യാത്രക്കാരെ. ഈ സൂക്തത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ ഒരു കൂട്ടരാരാണ്? ഓപ്ഷൻ ബി, നീതി പാലിക്കുന്ന ആളുകളാണ്.
അൽ മുഖ്സിത്തീൻ, നീതി പാലിക്കുന്ന ആളുകളെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്. വിശ്വാസികളെ വീടുകളിൽ നിന്ന് പുറത്താക്കാത്തവരോട് എങ്ങനെ പെരുമാറണമെന്നാണ് ഈ സൂക്തം പഠിപ്പിക്കുന്നത്? ഓപ്ഷൻ എ, അകന്നു നിൽക്കണം. ഓപ്ഷൻ ബി, ദയയോടെയും നീതിയോടെയും പെരുമാറണം. ഓപ്ഷൻ സി, കർക്കശമായി പെരുമാറണം. ഓപ്ഷൻ ഡി, ബന്ധം വിച്ഛേദിക്കണം. വിശ്വാസികളെ വീടുകളിൽ നിന്ന് പുറത്താക്കാത്തവരോട് എങ്ങനെ പെരുമാറണമെന്നാണ് ഈ സൂക്തം പഠിപ്പിക്കുന്നത്? ശരി ഉത്തരം ഓപ്ഷൻ ബി, ദയയോടെയും നീതിയോടെയും പെരുമാറണം. അടുത്ത ചോദ്യം, ആദൈത്തും എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത്? ആദൈത്തും. ഓപ്ഷൻ എ, നിങ്ങൾ സ്നേഹിച്ചു. ഓപ്ഷൻ ബി, നിങ്ങൾ ശത്രുത വെച്ചു. ഓപ്ഷൻ സി, നിങ്ങൾ സഹായിച്ചു. ഓപ്ഷൻ ഡി, നിങ്ങൾ യാത്ര ചെയ്തു. ആദൈത്തും എന്ന പദത്തിൻ്റെ അർത്ഥം ഓപ്ഷൻ ബി, നിങ്ങൾ ശത്രുത വെച്ചു എന്നുള്ളതാണ്. ആദൈത്തും. ലം യുഖ്രിജൂക്കും എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഓപ്ഷൻ എ, അവർ നിങ്ങളെ പുറത്താക്കിയില്ല. ഓപ്ഷൻ ബി, അവർ നിങ്ങളെ കൊന്നില്ല. ഓപ്ഷൻ സി, അവർ നിങ്ങളെ പ്രവേശിപ്പിച്ചില്ല. ഓപ്ഷൻ ഡി, അവർ നിങ്ങളെ പഠിപ്പിച്ചില്ല. ലം യുഖ്രിജൂക്കും എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ശരി ഉത്തരം ഓപ്ഷൻ എ, അവർ നിങ്ങളെ പുറത്താക്കിയില്ല എന്നുള്ളതാണ്. ഈ രണ്ട് സൂക്തങ്ങളും പ്രധാനമായും ഊന്നൽ നൽകുന്ന വിഷയം എന്താണ്? ഓപ്ഷൻ എ, നോമ്പിൻ്റെ നിയമങ്ങൾ. ഓപ്ഷൻ ബി, അമുസ്ലിങ്ങളുമായുള്ള സാമൂഹിക ബന്ധം. ഓപ്ഷൻ സി, പള്ളിയുടെ നിർമ്മാണം. ഓപ്ഷൻ ഡി, കച്ചവട നിയമങ്ങൾ. ശരി ഉത്തരം അമുസ്ലിങ്ങളുമായുള്ള സാമൂഹിക ബന്ധമാണ് ഈ രണ്ട് ആയത്തുകളും ഊന്നൽ നൽകുന്ന പ്രധാന വിഷയം എന്ന് പറയുന്നത്. അസ്സലാമു അലൈക്കും.